ഹ്യൂമൻ റൈറ്റ്സ് നമ്മൾ പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. എന്താണ് ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ഹ്യൂമൻ റൈറ്റ് രണ്ട് രീതിയിൽ നമ്മൾ പഠിക്കേണ്ടി വരും. ഒന്ന് നമുക്കൊരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ എന്തൊക്കെയാണ് ഇപ്പം ഹ്യൂമൻ റൈറ്റിൻ്റെ ഒരു ഇന്ത്യയിലെ സിറ്റുവേഷൻ, ഇന്ത്യയിലെ എന്താണ് നമുക്കിപ്പം ജനറലായിട്ട് എല്ലാവർക്കും കിട്ടുന്ന ഹ്യൂമൻ റൈറ്റ്. നമ്മൾ പ്രൈവസിയെക്കുറിച്ച് പറഞ്ഞല്ലോ, എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണല്ലോ. ശരിക്കും ഹ്യൂമൻ റൈറ്റൊക്കെ ഇങ്ങനെ ഫണ്ടമെൻ്റൽ റൈറ്റിലാവട്ടോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്നത്. കാരണം ഇതെല്ലാം ബേസിക്കലി പൊളിറ്റിക്കൽ റൈറ്റാണ്. നമ്മളെല്ലാം പൊളിറ്റിക്കൽ ആയിട്ട് നല്ല അവയർനെസ് ഉള്ളവരാണ്, ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ നമുക്ക് ഈ പൊളിറ്റിക്കൽ റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ് ശരിക്കും. ഭരണഘടന നമുക്ക് റൈറ്റ് വരും എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിയുടെ മുമ്പിൽ നമുക്ക് റൈറ്റ് കിട്ടിയില്ല നമുക്ക് പറയാൻ പറ്റും, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി എക്സാമ്പിൾ നിങ്ങൾ എവിടെ കാണും, ഈ പത്രങ്ങളിലൊക്കെ വായിക്കും. പല സംഭവങ്ങളിലും കുറ്റവാളികൾക്ക് മനുഷ്യാവകാശ സംരക്ഷണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്ത് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ അടിസ്ഥാനം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് നമുക്ക് കിട്ടും, അത് എൻഫോഴ്സിബിൾ ആണെങ്കിൽ പോലീസും കോടതിയും നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് തരണമെങ്കിൽ ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഫണ്ടമെൻ്റൽ റൈറ്റിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിൽക്കേണ്ടി വരും. ഓക്കെ, സോ നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക് ആൻ ഇൻട്രഡക്ഷൻ ടു ഹ്യൂമൻ റൈറ്റ്സ്, മീനിങ്, കോൺസെപ്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പം മനുഷ്യാവകാശത്തിൻ്റെ ചരിത്രം, അതാണ് നമ്മൾ പഠിക്കുന്നത്. ശരിക്കും നമ്മൾ ഈ ഭൂമിയുടെ ചരിത്രം, മനുഷ്യൻ്റെ ചരിത്രം, ഭൂമിയുടെ ചരിത്രം 500 കോടി വർഷങ്ങളായി. മനുഷ്യൻ്റെ ചരിത്രം ഒരു 4 ലക്ഷം വർഷങ്ങളായിട്ടുള്ളൂ. ആ 4 ലക്ഷം വർഷങ്ങളിൽ മനുഷ്യൻ സിവിലൈസ്ഡ് ആയിട്ട് ഗുഹയിൽ നിന്ന്, നമ്മളിപ്പം മനുഷ്യനിൽ നിന്ന് മനുഷ്യൻ മാറാൻ തുടങ്ങിയിട്ട് ഒരു 5000 വർഷങ്ങളേ ആയുള്ളൂ. അപ്പോൾ 5000 കേട്ടോ, ഇയേഴ്സ് ഓക്കെ. അപ്പോൾ 5000 വർഷങ്ങളേ ആയുള്ളൂ. 5000 വർഷം നൈൽ നദീതടത്തിലൊക്കെ ആദ്യത്തെ സിവിലൈസേഷൻ, ഇൻഡസ് വാലി, അതുപോലെ ബാബിലോണിയ, ചൈനീസ് സിവിലൈസേഷൻ, യെല്ലോ റിവറിൻ്റെ റീൽത്ത്. അപ്പോൾ അതിന് ശേഷമേ നമ്മൾ പറയുകയാണെങ്കിൽ ഉള്ള മനുഷ്യനെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ റൈറ്റ്, മനുഷ്യൻ്റെ അവകാശങ്ങളൊന്നും ആദ്യ കാലഘട്ടത്തിൽ ഒന്നുമില്ലായിരുന്നു. മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വേട്ടയാടി. എന്നാൽ പോലും ചില സംസ്കാരങ്ങളിൽ മനുഷ്യർക്ക് റൈറ്റ് ഉണ്ട്, അത് എൻഫോഴ്സ് ചെയ്യണം, അത് രാജാവ് എൻഫോഴ്സ് ചെയ്ത് കൊടുക്കണം, മനുഷ്യനെ വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കണം എന്നൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാട് ചില സംസ്കാരങ്ങളുണ്ട്. അപ്പോൾ ആ സംസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ റിഗാർഡിംഗ് ദിസ് സിലബസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ടറി പാർട്ട് ഓഫ് അവർ സിലബസ്, ഓക്കെ, ഓർ പേപ്പർ. സോ ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റൈറ്റ്സ്, മീനിങ്, കോൺസെപ്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. Then different okay അപ്പോൾ നമ്മൾ പറഞ്ഞില്ല. പിന്നെ തൊട്ടടുത്ത് വരുന്ന ഡിഫറെൻറ്റ് ജനറേഷൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, പിന്നെ അതുപോലെ ബേസിക് ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ്, പിന്നെ കുറേ ഇൻ്റർനാഷണൽ ചാർട്ടറുകളാണ്, വാല്യൂ ഡയമെൻഷൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അതൊക്കെ നമുക്ക് പിന്നീട് കാണാം. നമുക്ക് ഇതിൻ്റെ തുടക്കത്തെക്കുറിച്ച് നോക്കാം, എന്താണ് ഹ്യൂമൻ റൈറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ദി പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു ഹ്യൂമൻ റൈറ്റ്സ് ആർ ദി ഗൈഡ് ലൈൻസ് ഫോർ ഗവൺമെൻറ്റ്സ്, ജുഡീഷ്യറി ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ പ്രൊട്ടക്ടിങ് ദി ഇൻഡിവിജ്വൽസ് ടുഡേ. അപ്പോൾ നമ്മൾ ഈ ഹ്യൂമൻ റൈറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മൾ പറഞ്ഞു ഈ ഹ്യൂമൻ റൈറ്റ് എൻഫോഴ്സിബിൾ ആണെന്ന് പറഞ്ഞു, അല്ലേ? നമ്മൾ എൻഫോഴ്സിബിളാണ്, എൻഫോഴ്സിബിൾ ഇൻ എൻഫോഴ്സിബിൾ ഇൻ ഫ്രണ്ട് ഓഫ് ദി കോർട്സ്. നമുക്ക് ഹ്യൂമൻ റൈറ്റ്, ഉദാഹരണത്തിന് എൻ്റെ പ്രൈവസി ലംഘിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കോടതി പോകാം. കാരണം ഫണ്ടമെൻ്റൽ റൈറ്റിൽ അങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ പ്രൈവസി ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് നമുക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, 14 വയസ്സുള്ള താഴെയുള്ള കുട്ടികൾക്ക് പ്രൈമറി വിദ്യാഭ്യാസം ഇല്ലല്ലോ, നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കോടതി പോകാം, സ്റ്റേറ്റ് നമുക്ക് തരാൻ ബാധ്യസ്ഥരാണ്. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റിലൂടെ നമുക്ക് എൻഫോഴ്സിബിൾ നമുക്ക് കിട്ടുമോ, ആരൊക്കെയാണ് അത് നമുക്ക് പതിച്ചു തരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് നമുക്ക് ആരാണ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് തരുന്നത്? ഒന്ന് ഗവൺമെൻറ്റ്സിൻ്റെ പലതരത്തിലുള്ള ഇടപെടലുകൾ, ജുഡീഷ്യറി ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് പോലീസ്, there are guidelines for all these institutions for protecting the individuals ടുഡേ. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കുമ്പോഴേ, ഹ്യൂമൻ റൈറ്റിനെ കുറിച്ച് ഒരു ട്രെൻഡ് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, ഈ അതായത് ജെർമി ബെന്താം എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷുകാരനുണ്ട്. ബ്രിട്ടീഷുകാരുടെ പ്രത്യേകത അറിയോ? ബ്രിട്ടീഷുകാർ ഭയങ്കര ഈ നീതിന്യായ വ്യവസ്ഥയെ ഭയങ്കര ബഹുമാനിക്കുന്നവരാണ്. അവർ ഒരു സ്ത്രീയെ പോലും തൂക്കിക്കൊന്നിട്ടില്ല. നമ്മളത് ചിന്തിച്ച് നോക്കേണ്ടതാണ്. അവർ ഇപ്പോൾ ഇന്ത്യയിൽ അവരുടെ ഗവർണർമാരെ കൊന്ന ഒത്തിരി സ്ത്രീകളുണ്ട്, മണിപ്പൂരിലൊക്കെ. അപ്പോൾ അവരെയൊക്കെ ഉണ്ടല്ലോ, ഇവർ തൂക്കിക്കൊന്നില്ല. എത്ര കൊലപാതകം നടത്തിയാലും സ്ത്രീകളെ തൂക്കിക്കൊല്ലാൻ പാടില്ല എന്നൊരു വിശ്വാസക്കാരായിരുന്നു ആര്? ബ്രിട്ടീഷുകാർക്കൊരു ഫെയർ സെൻസ് ഓഫ് ജസ്റ്റിസ് ഉണ്ട്. ജർമ്മനിയിലൊക്കെ നമ്മൾ ചെല്ലുവാണെങ്കിൽ നമുക്ക് അസൈലം എന്ന് പറഞ്ഞ് നമ്മൾ അഭയാർത്ഥിയായിട്ട് ചെല്ലുക, എനിക്ക് വേറെ എൻ്റെ രാജ്യത്ത് രക്ഷയില്ല, ഞാൻ ഇവിടെ വരുക എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ ചെല്ലുവാണെങ്കിൽ എന്നാ സംഭവം അറിയാം?
നമ്മളിങ്ങനെ പറഞ്ഞു, ഒപ്പിട്ട് കൊടുത്തു, നമ്മൾ 2 ആഴ്ച താമസിക്കാൻ പറയും. അത് കഴിഞ്ഞ് ഒരു മാസം 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കിട്ടും. ഒരു തൊഴിലില്ലാത്തതിൻ്റെ പേരിൽ നമ്മളെ അഭയാർത്ഥിയായിട്ട് അവർ പ്രഖ്യാപിക്കും. എന്നിട്ട് നമ്മളെ അവർ സാറെന്നൊക്കെ വിളിക്കുള്ളൂ. ഞാനിങ്ങനെ അവിടുത്തെ ഈ അസൈലം അഭയാർത്ഥികൾക്ക് കൊടുക്കുന്ന ആശ്രയില്ലേ, അതിനെക്കുറിച്ചുള്ള ഇൻ്റർവ്യൂലൊക്കെ വായിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞെന്നറിയാം, ശരിക്കും ഹ്യൂമൻ റൈറ്റ്, മനുഷ്യൻ്റെ അവകാശം എന്നുള്ളത്, മനുഷ്യൻ്റെ ഡിഗ്നിറ്റി എന്നുള്ളത് ടൈം ചെല്ലുന്തോറും കൂടിക്കൊണ്ടിരിക്കുക. നമ്മുടെ റൈറ്റുകൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. നമ്മൾ ജെർമി ബെന്താമിനെ കുറിച്ച് പറഞ്ഞു. ജെർമി ബെന്താം പറഞ്ഞു മൃഗങ്ങൾക്ക് പോലും റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് 17th 18th സെഞ്ചുറി ജീവിച്ചിരുന്ന ആളാണ്. മൃഗങ്ങൾക്ക്, നമ്മളിപ്പോൾ ഈ മേനകാന്തി എപ്പോഴും കുറ്റം പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ്, പക്ഷേ മൃഗങ്ങൾക്ക് പോലും റൈറ്റ് ഉണ്ട് എന്ന് പറയാൻ മാത്രം മനുഷ്യൻ്റെ സിവിലൈസേഷൻ മുമ്പോട്ട് പോയി. അപ്പോൾ നമ്മുടെ റൈറ്റ് എത്രമാത്രം സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ റൈറ്റ് എൻഫോഴ്സ് ചെയ്യാനുള്ള മെക്കാനിസത്തെക്കുറിച്ച്, അതിൻ്റെ ചരിത്രം, അതൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, ദെൻ ഹ്യൂമൻ റൈറ്റ്സ് ഇൻക്ലൂഡിങ് ഇൻഡിവിജ്വൽ ഡിഗ്നിറ്റി, മനുഷ്യൻ്റെ ഒരു മഹത്വം, മനുഷ്യൻ്റെ ഒരു എന്താ പറയുക, നമുക്കറിയില്ല അവൻ്റെ ഒരു ഡിഗ്നിറ്റി എന്നുള്ളത് കൃത്യമായിട്ട് മലയാളം വാക്കില്ല. ഫ്രീഡം, നോൺ ഡിസ്ക്രിമിനേഷൻ, തരംതിരിക്കരുത്. നമ്മളെ ഒരു ക്ലാസ്സിൽ 15 കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നമ്മൾ എല്ലുവാണ്, നമ്മൾ 30 പേരുണ്ട്, എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. വ്യത്യസ്തപരമായി നമ്മൾ ആൾക്കാരെ തരംതിരിക്കുമ്പം നമ്മൾ എപ്പോഴെങ്കിലും മനസ്സിൽ ഫ്രണ്ട്സിനെയും തരംതിരിക്കാൻ നമ്മളെപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കണം, തരംതിരിവ് തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. ഡിസ്ക്രിമിനേഷൻ പാടില്ല. സോ വാട്ട് വി ഷുഡ് ഫോളോ, നോൺ ഡിസ്ക്രിമിനേഷൻ. ഒരു ഹ്യൂമൻ റൈറ്റ് ആംഗിളിൽ, ഒരു നാഷണൽ ആംഗിളിൽ തരംതിരിവ് ഏത് തരമായിരിക്കും എന്നറിയോ? ചിലപ്പോൾ ഒരു പക്ഷേ റിലീജിയൻ്റെ ബേസിലായിരിക്കും തരംതിരിവ് വരുന്നത്, ചിലപ്പോൾ ഒരു പക്ഷേ കാസ്റ്റിൻ്റെ ബേസിലായിരിക്കും തരംതിരിവ് വരുന്നത്, ചിലപ്പോൾ ഒരു പക്ഷേ ലാംഗ്വേജിൻ്റെ ബേസിലായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ എത്നിസിറ്റിയുടെ ബേസിലായിരിക്കും. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, എത്നിസിറ്റി കേട്ടോ, എത്നിസിറ്റി കേട്ടിട്ടില്ലേ? അപ്പം നോർത്ത് ഇന്ത്യയിൽ ചെന്ന സൗത്ത് ഇന്ത്യൻസിന് ഭയങ്കര ഡിസ്ക്രിമിനേഷൻ. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ ബംഗാളികളെന്ന് അവരെ വിളിക്കുന്നു, വേറെയുള്ളവരെ കേട്ടോ. അപ്പോൾ അങ്ങനെ തരംതിരിവുകൾ പാടില്ല. നോൺ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ ഒത്തിരി ഗ്രൗണ്ടുകളുണ്ട്, ശരിയല്ലേ? നമ്മുടെ അതേ റിലീജിയനാണോ, നമ്മുടെ അതേ കാസ്റ്റാണോ, നമ്മുടെ ലാംഗ്വേജ് ആണോ, നമ്മുടെ അതേ എത്നിസിറ്റി ആണോ, അങ്ങനെ പല കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ ആര് പാടില്ല? സ്റ്റേറ്റ് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ സ്റ്റേറ്റിൻ്റെ നിയമങ്ങളൊക്കെ ഡിസ്ക്രിമിനേഷനെതിരെ ആയിരിക്കണം. ഇനി ഡിസ്ക്രിമിനേഷൻ നേരിടുന്ന അല്ലെങ്കിൽ അതിൻ്റെ വിക്റ്റിമായിട്ടുള്ള ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? സ്റ്റേറ്റിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ എന്താ പറയുക, SC/ST പീപ്പിളിനുള്ള റൈറ്റ് നിങ്ങൾ കേട്ടാണ് അല്ലേ? SC/ST പീപ്പിളിനെ അവർക്ക് എന്തെങ്കിലും ഒരു മോശാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് അതിനെ വേറൊരു ആംഗിളാണ് വീക്ഷിക്കുന്നത്. കാരണം അവർ സമൂഹത്തിൽ ഏറ്റവും തരംതിരിക്കപ്പെട്ട, അവരെ ഭയങ്കരമായിട്ട് പണ്ട് കാലത്ത് ആൾക്കാർ ചൂഷണം ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ അവരെ ഭയങ്കര പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിലീജിയസ് മൈനോറിറ്റീസ്, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് നന്നായിരുന്നേ കേട്ടോ, മൈനോറിറ്റീസ്. പിന്നെ അതുപോലെ തന്നെ ട്രൈബ്സ്. ഇപ്പോൾ നമ്മൾ ST എന്ന് പറയുമ്പോഴേക്കും ആൻഡമാനിലൊക്കെ ഉള്ള ട്രൈബ്സ് ഉണ്ടല്ലോ, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡമാനിലെ ട്രൈബ്സ് ഉണ്ട് കേട്ടോ, ഭയങ്കര ഗ്രേറ്റർ സിംഗളീസ്, ആൻഡമാനീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ട്രൈബ്സ് ഉണ്ട്. അവർ എന്താ നമ്മൾ പറയാം, ദേ സ്റ്റിൽ ലിവ് ലൈക്ക് പീപ്പിൾ ഹു ലിവ്ഡ് ഇൻ 10,000 BC. ഓക്കെ, അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർ ഭയങ്കര നിഷ്കളങ്കരായ പ്രകൃതിയായിട്ട് മിങ്കിൾ ചെയ്യും. നമ്മളെ വസ്ത്രം വേണം, ഇങ്ങനെയായിരിക്കണം, പിന്നെ പെരുമാറേണ്ട ഇങ്ങനെയായിരിക്കണം, ഫുഡ് ഹാബിറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ ചെന്ന് അവരെ ശല്യപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അപ്പം ഗ്രേറ്റർ ആൻഡമാൻ പോലുള്ള റീജിയനിൽ നമ്മൾ ചെല്ലാതിരിക്കാൻ വേണ്ടി അവർ ഭയങ്കരമായിട്ട് ഗവൺമെൻറ് ഭയങ്കരമായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പം ട്രൈബ്സിന് ഭയങ്കരമായിട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ആരെ എൻഫോഴ്സ് ചെയ്യുന്നത്? ഇതെല്ലാം സ്റ്റേറ്റ് എൻഫോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞാലേ, ഹ്യൂമൻ റൈറ്റ് ഈസ് നോട്ട് ജസ്റ്റ് വാട്ട് വി ക്യാൻ സേ 1 or 2 rights. It's quite broad, okay, depending upon the individuals who are coming under particular human right treatment. ഓക്കെ, നമ്മൾ നോക്കുവാണെങ്കിൽ നോൺ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളൊരു വാക്ക് പഠിച്ചപ്പോഴാണ് നമ്മളിങ്ങനെ പറഞ്ഞത്. ഡിസ്ക്രിമിനേഷൻ ഒരിക്കലും പാടില്ല. ഓക്കെ, ആർ നൗ അക്സെപ്റ്റഡ് ആസ് എ ബേസിക് റൈറ്റ് ദാറ്റ് ഗവൺമെൻറ് ഹാസ് ടു പ്രൊവൈഡ് ടു ദി സിറ്റിസൺസ്. അപ്പോൾ ഇതെല്ലാം എന്തൊക്കെ വേണം? ഇൻഡിവിജ്വൽ ഡിഗ്നിറ്റി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന് ബഹുമാനം കൊടുക്കണം. ഇൻഡിവിജ്വലിന് ഫ്രീഡം ഉണ്ടായിരിക്കണം, മൂവ്മെൻറ്റ് ഓഫ് ഫ്രീഡം, അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടില്ലേ? എവിടെയും പഠിക്കാനുള്ള ഫ്രീഡം, എവിടെ സഞ്ചരിക്കാനുള്ള ഫ്രീഡം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത വാക്കുകൾ സംസാരിക്കാനുള്ള ഫ്രീഡം, ശരിയല്ലേ? ഡിസ്ക്രിമിനേഷൻ, ജോലി ഡിസ്ക്രിമിനേഷൻ പാടില്ല അല്ലേ? അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ എന്തുണ്ട്, ഗവൺമെൻറ് വ്യക്തികൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഹ്യൂമൻ റൈറ്റിൻ്റെ ഭാഗമാണ്. ഓക്കെ, 1 second ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ. Okay, now we are coming to the next paragraph. A culture of facilitating the basic human rights is now very strong. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എവിടെയും നമ്മൾ ഹ്യൂമൻ റൈറ്റ്. അപ്പോൾ കുറ്റവാളികളെ പിടിച്ചുകൊണ്ട് പോയാൽ പോലും എന്തുണ്ട്, അവൻ്റെ ഹ്യൂമൻ റൈറ്റ് നോക്കാൻ വേണ്ടി ആൾക്കാർ ഇവിടെ ഉണ്ട്.
അപ്പോൾ അവനൊരു പ്രതിക്ക് പോലും വക്കീലുണ്ടായിരിക്കണം. പ്രതിക്ക് വേണ്ടിയിട്ട് വക്കീലിനെ കൊടുക്കുന്ന ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും. പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയും. അപ്പോൾ അവർക്ക് അവർക്ക് റൈറ്റ് ഉണ്ട്. അതായത് കോർട്ടിൻ്റെ മുമ്പിൽ ഒരു കുറ്റവാളി ആരും ഇല്ലാതെ നിൽക്കരുത്. അപ്പോൾ അവർക്ക് വേണ്ടി ഗവൺമെൻറ് ആളെ വിടും, ഗവൺമെൻറ് പ്രോസിക്യൂട്ടർ എന്ന് പറയും. അപ്പോൾ അത്രമാത്രം കുറ്റവാളിയുടെ റൈറ്റ് വരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കൾച്ചറിലാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റിൻ്റെ ആ ലെവൽ എത്തിച്ചേർന്നത്. ഓക്കെ, സോ ഫോർ പ്രൊമോട്ടിങ് ഹ്യൂമൻ റൈറ്റ് വാട്ട് ഓൾ മെക്കാനിസംസ് ആർ ഹിയർ? ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആക്റ്റുകളായിരിക്കും. ശരിയല്ലേ? ഒത്തിരി ആക്റ്റുകളുണ്ട്. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഹ്യൂമൻ റൈറ്റ്, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം എന്നാണ്. 444 ആർട്ടിക്കിളുണ്ട്, അതുപോലെ ഒത്തിരി ഷെഡ്യൂൾസ് ഉണ്ട്, പാർട്ടുകളുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഉണ്ടല്ലോ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഉള്ള വ്യക്തിക്കുള്ള ഗൈഡ് ലൈൻസ്, റെഗുലേഷൻസ് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ലെജിസ്ലേഷനാണ് ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ് ഹ്യൂമൻ റൈറ്റിൻ്റെ അടിസ്ഥാനം. നിയമത്തിൻ്റെ സപ്പോർട്ടില്ലാതെ നമുക്ക് എന്തെങ്കിലും അവകാശപ്പെടാൻ പറ്റുമോ? ഇല്ല. നമ്മളിപ്പോൾ SC വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. നമുക്ക് ജോബിൽ റിസർവേഷൻ ഉണ്ടെന്ന് ആരാ പറയുന്നത്? നിയമം പറയുന്നത്. അത് കോടതി അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് ഫോളോ ചെയ്യേണ്ടി വരും. സോ ലെജിസ്ലേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെക്കാനിസം ടു എൻഷുർ വാട്ട് വി ക്യാൻ സേ ഹ്യൂമൻ റൈറ്റ്. ഓക്കെ, സോ റെഗുലേഷൻസ്, നിയന്ത്രണങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം ആൻഡമാൻ നമ്മൾ താമസിക്കാൻ പാടില്ല. വീൽസ് ആൻഡ് ഗോൺസ് എന്ന് പറഞ്ഞ ട്രൈബ്സ് ഉണ്ട് കേട്ടോ മധ്യപ്രദേശിലാണ്. നമ്മൾ ട്രൈബ്സിൻ്റെ കാര്യം പറയുന്നത് അവർ ഭയങ്കര ഡിസ്ക്രിമിനേറ്റഡ് ആണല്ലോ. അതുപോലെ തന്നെ നീലഗിരീസിൽ ട്രൈബ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ഏരിയയിലൊന്നും നമുക്ക് പോയി സ്ഥലമൊന്നും എടുക്കാനും പറ്റില്ല. ആൻഡ് പോളിസീസ് ആർ ഫ്രെയിംഡ് നാഷണലി ആൻഡ് ഇൻ്റർനാഷണലി ടു പ്രൊട്ടക്ട് ഹ്യൂമൻ റൈറ്റ്സ്. മോസ്റ്റ് ഓഫ് ദീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആർ ബേസ്ഡ് ഓൺ UN ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ ഓഫ് 1948. ഈ ഒരു ഭയങ്കര പ്രധാനപ്പെട്ട, നമ്മളിപ്പോൾ എക്സാമിനെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ എന്ത് സംഭവങ്ങൾ എഴുതിയാലും നമ്മൾ UN ഹ്യൂമൻ ഡിക്ലറേഷൻ ഒന്ന് കോട്ട് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് പറയാലോ ഈ വെസ്റ്റേൺസ്, പ്രത്യേകിച്ച് നമ്മൾ ബ്രിട്ടീഷുകാർ നമ്മളെ ഇപ്പോൾ കുറേ വർഷങ്ങൾ ഭരിച്ചു, നമ്മളെ ചൂഷണം ചെയ്തു, ഒക്കെ ചെയ്തു. പക്ഷേ അവർക്ക് ചില വാല്യൂസ് ഉണ്ട്. നമ്മൾ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളിലൊന്ന് അവർ അല്പം ഹ്യൂമൻ റൈറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പീപ്പിളായിരുന്നു, ഭയങ്കര സിവിലൈസ്ഡ് ആയിരുന്നു. ബ്രിട്ടീഷുകാർ കാര്യം പറഞ്ഞു, ഫ്രഞ്ചുകാരും അങ്ങനെയാണ്. നമ്മൾ ഫ്രാൻസിലെ വിപ്ലവത്തിനെ കുറിച്ച് പറഞ്ഞു, മനുഷ്യൻ്റെ എല്ലായിടത്തും ജയിലിലാണ്, ഒരിടത്തും അവന് ഫ്രീഡം കിട്ടുന്നില്ല എന്ന റൂസോയുടെ വാക്ക് നമ്മളിന്നലെ കണ്ടല്ലോ. അപ്പോൾ ഈ വെസ്റ്റേൺ വാല്യൂസായി അതിൽ ഹ്യൂമൻ റൈറ്റിന് ഭയങ്കര പ്രാധാന്യമാണ്. അപ്പോൾ അവരൊക്കെ കൂടി, അവരും ഈസ്റ്റേൺ സൊസൈറ്റീസും നമ്മൾ ഈസ്റ്റേണിൽ പെടുന്നതാണല്ലോ, എല്ലാവരും കൂടി UN ഒരു പ്രമേയം പാസ്സാക്കി ഹ്യൂമൻ റൈറ്റിനെ കുറിച്ചുള്ള. അതിന് പറയുന്നത് UN ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ, UNHRD ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ. ചിലപ്പം UN ഡിക്ലറേഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, സോ ഷോർട്ടായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. അത് 1948 UN വന്നതിന് തൊട്ടടുത്ത വർഷങ്ങളിൽ എന്ത് വന്നു? ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ വന്നു. അപ്പോൾ എങ്ങനെ മനുഷ്യൻ്റെ അവകാശങ്ങളെ സംരക്ഷിക്കണം എന്നുള്ളതിൻ്റെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈനാണ് ഈ UN ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ. നമ്മളതിനെ എങ്ങനെ കണ്ടത്? ഓക്കെ, അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത് 1950. അപ്പോൾ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനും നിങ്ങൾ എടുത്തു നോക്കൂ, അതിലൊക്കെ ഈ ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ, UN ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷനുള്ള ചില കോമ്പണൻസ് കാണും, അല്ലെങ്കിൽ മിക്ക കോമ്പണൻസ് കാണും. ഇതിൻ്റെ അകത്ത് കുറേ ആർട്ടിക്കിളുണ്ട്. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പോയിന്റുകൾ എന്നതിനർത്ഥം എന്തൊക്കെ ചെയ്യണം ഹ്യൂമൻ റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഓരോ രാജ്യവും. അപ്പോൾ ആ പോയിൻ്റൊക്കെ എന്ത് ചെയ്യും? എല്ലാ രാജ്യങ്ങളും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻഡക്റ്റ് ചെയ്യും. ശരിയല്ലേ? അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻഡക്റ്റ് ചെയ്യും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് എന്താണ്? ഭരണഘടന. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 വന്നു. അപ്പോൾ 1948 UN ഡിക്ലറേഷൻ ഹ്യൂമൻ റൈറ്റിനെ കുറിച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വേണ്ട കാര്യങ്ങൾ ഈ UN ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷനിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാത്രമാണോ? അല്ല, എല്ലാവരും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് UN ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ അഡോപ്റ്റ് ചെയ്ത പോയിന്റുകൾ എവിടെ നിന്ന് കിട്ടി? അങ്ങനെ നമ്മൾ എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിലേക്കൊക്കെ പോകേണ്ടി വരും. 18th സെഞ്ച്വറിയിലെ ഫ്രഞ്ച് വിപ്ലവം, മനുഷ്യൻ എല്ലായിടത്തും ജയിലിലാണ്. ശരിക്കും നമ്മൾ പറയാം എല്ലാ രാജ്യത്തും വിപ്ലവം നടക്കുന്നുണ്ട്, ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ ആയിരിക്കും. ശരിയല്ലേ? ഫ്രാൻസിലും അങ്ങനെ തന്നെയാണെന്ന്. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രബിന്ദു അതല്ലായിരുന്നു, മനുഷ്യനായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ, അതായത് മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നടന്ന ഏറ്റവും വലിയ വിപ്ലവം, രക്തരൂക്ഷിത വിപ്ലവമായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പോൾ ആ ഫ്രഞ്ച് റവല്യൂഷനെ അങ്ങനെ നമ്മൾ അതിനെ കണ്ടത്. ഇപ്പോൾ ഫ്രാൻസുകാരുടെ ഒരു ആഭ്യന്തര കാര്യമല്ലായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ നമ്മൾ പറയല്ലേ ലിബർട്ടി, ഫ്രട്ടേണിറ്റി എന്നൊക്കെ പറഞ്ഞുള്ള ഐഡിയാസ്, 3 ഐഡിയാസ്. അങ്ങനെ 3 ഐഡിയാസ് വന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന്. ആ 3 ഐഡിയാസും ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് ആരായിട്ടെടുത്തു? UN ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ എടുത്തു. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് പിന്നീട് വന്നു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട് ഫ്രട്ടേണിറ്റി,
എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ബേസിക് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഈ ബേസിക് വാല്യൂസ് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നൊന്നും നമുക്ക് പറയേണ്ടി വരും. ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് യു എനിലേക്കും ലോകത്തിലെ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനിലേക്കും വന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഹ്യൂമൻ റൈറ്റിൻ്റെ ഒരു ചരിത്രം നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. ഓക്കെ, സോ യു ഹാവ് ടു ഫോളോ ദി UN ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ. നമ്മളത് പിന്നീട് പഠിക്കും. ഹ്യൂമൻ റൈറ്റ്സ് റെപ്രസെൻറ്റ് ബേസിക് വാല്യൂസ് കോമൺ ടു ഓൾ കൾച്ചേഴ്സ് ആൻഡ് മസ്റ്റ് ബി റെസ്പെക്റ്റഡ് ബൈ കൺട്രീസ് വേൾഡ് വൈഡ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് വാല്യൂസ് കോമൺ ടു ഓൾ കൾച്ചേഴ്സ്, എല്ലാ കൾച്ചറിലും. ഇപ്പോൾ നമ്മളിപ്പം എല്ലാ കൾച്ചറിലും വാല്യൂസ് ഒരുപോലെയല്ല. നമ്മളിവിടുത്തെ ശരി ചൈനയിലെ ശരിയാണോന്നില്ല, ചൈനയിൽ നമ്മളിവിടുത്തെ ശരി ഒരു പക്ഷേ വെസ്റ്റേൺ സൊസൈറ്റി ശരിയാണോന്നില്ല, എല്ലായിടത്തും ശരി ഒരു പക്ഷേ അറേബ്യൻ സൊസൈറ്റി ശരിയാണോന്നില്ല, അല്ലെങ്കിൽ മംഗളൂർ സൊസൈറ്റി ശരിയാണോന്നില്ല. അപ്പം നമുക്ക് പക്ഷേ അത് നമ്മൾ സൊസൈറ്റികളെല്ലാം ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നിരുന്ന കാലഘട്ടമാണ്. ഇപ്പം അങ്ങനെയല്ല, എല്ലാം ഡിപ്പെൻഡൻ്റാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു പറയും, ഇവിടുത്തെ വാല്യൂസും അവിടുത്തെ വാല്യൂസും ഒന്നാണ്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ് എല്ലാ സൊസൈറ്റിക്കും ഒരുപോലെയാണ് നമ്മൾ പറയുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് റെപ്രസെൻറ്റ് ബേസിക് വാല്യൂസ്. ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ, 1 മിനിറ്റ്, സോറി, read more. Okay, so human rights represents basic values common to all cultures and must be respected by countries worldwide. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, നമ്മളിപ്പം ഇന്ത്യയിലെ ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ആർക്കും ഫോളോ ചെയ്യണമെന്നില്ല. പക്ഷേ UN അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷനിൽ UN അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ട് എല്ലാവരും അത് ഫോളോ ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ എല്ലാവർക്കും അത് ബാധകമാണ് ഹ്യൂമൻ റൈറ്റ്. നൗ ബോത്ത് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലോസ് ആർ ക്രിയേറ്റഡ് ബൈ ഗിവിങ് ഡ്യൂ കൺസിഡറേഷൻ ടു ഹ്യൂമൻ റൈറ്റ് പ്രിൻസിപ്പിൾസ്. നമ്മളിപ്പോൾ പറയാനുള്ളൂ ഇന്ത്യ പുതിയൊരു ആക്ട് വരിക, അപ്പം ഒരു നിയമം വരും കേട്ടോ. നമ്മൾ ഈ ഭരണഘടന പുതിയ വരുന്ന ആക്ട് പ്രൊവിഷൻ പറയുന്ന ഒരു ആക്ട്, ഓരോ ആർട്ടിക്കിൾ വരും. അപ്പം ആക്ട് വഴി ഓരോ ആർട്ടിക്കിൾ വരും. അപ്പോൾ ഓരോ ആർട്ടിക്കിളും പുതുതായിട്ട് വരുമ്പോൾ ഗവൺമെൻറ് ആദ്യമായിട്ട് നോക്കുന്നത് അറിയോ, അത് ഹ്യൂമൻ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഹ്യൂമൻ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു ആക്ട് നിലനിൽക്കില്ല. പാർലമെൻറ്റ് പാസ്സാക്കിയാലും സുപ്രീം കോടതി അതിനെ ലംഘിക്കും. ലോകത്തെല്ലാം ഭയങ്കര ക്രിറ്റിസിസമായിരിക്കും ഇന്ത്യയുടെ ആക്ട്, പുതിയതായിട്ടുള്ള ആക്ട് എന്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല, ഹ്യൂമൻ റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ പ്രൈവസിയൊക്കെ പറഞ്ഞു. പ്രൈവസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൈവസി എന്ന് പറഞ്ഞാൽ സ്വകാര്യത എന്താണ്? അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റാണ് അല്ലേ? നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞു. ഈ സ്വകാര്യത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിർത്തി എന്താണ്? നമ്മുടെ ചെയ്തികളിലേക്ക് CCTV പോലെ മറ്റുള്ളവർ ഒന്നും നോക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യതയെ ആൾക്കാരെന്ത് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക, ബഹുമാനിക്കുക. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രൈവസി. ഈ പ്രൈവസി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് ഇന്ത്യയുടെ കോടതി ഡിക്ലെയർ ചെയ്യും. സ്വാഭാവികമായിട്ട് അത് ഭരണഘടന ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടു. അപ്പം പാർലമെൻ്റ് ആണോ പ്രൈവസി ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന് പ്രഖ്യാപിച്ച് നിയമം പാസ്സാക്കിയത്? അല്ല. അതാരാണ്? അത് സുപ്രീം കോടതിയാണ്. മനസ്സിലായല്ലോ? അപ്പം പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഏത് നിയമവും ഹ്യൂമൻ റൈറ്റിൻ്റെ കണ്ണാടിയിൽ കൂടെ നോക്കുമ്പോൾ അതിനെ ഹ്യൂമൻ റൈറ്റിനെ അനുസരിച്ചാണോ എന്ന് എൻഷുർ ചെയ്യാനുള്ള ഉത്തരവാദിത്വവും അതിനുള്ള അധികാരവും കോടതികൾക്കുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പറയുന്നത് പാർലമെൻറ്റ് മാത്രമല്ല കോടതിയും കൂടെ അതിൻ്റെ ഒരു ആക്റ്റീവായിട്ടുള്ള ഏജൻറ്റ്. ഓക്കെ, സോ നൗ ബോത്ത് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലോസ് ആർ ക്രിയേറ്റഡ് ബൈ ഗിവിങ് ഡ്യൂ കൺസിഡറേഷൻ ടു ഹ്യൂമൻ റൈറ്റ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, ദെൻ നമ്മളിനി ഹ്യൂമൻ റൈറ്റിനെ കുറിച്ചൊരു ഡെഫിനിഷൻ ഭയങ്കര സിമ്പിളാട്ടോ. നിങ്ങൾ എന്ത് എഴുതി വെച്ചാലും ഡെഫിനിഷൻ ആവുമെന്ന് പറയുന്ന പോലെ. പക്ഷേ ഇവിടെ നമുക്കൊരു ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് വേണം പരീക്ഷിക്കുവാൻ. എന്താണ് ഹ്യൂമൻ റൈറ്റ് നമ്മൾ കാണും. ഹ്യൂമൻ റൈറ്റ്സ് ആർ ബേസിക് റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ് ദാറ്റ് ബിലോങ്സ് ടു എവറി പേഴ്സൺ ഇൻ ദ വേൾഡ് ഫ്രം ബർത്ത് ആൻഡിൽ ഡെത്ത്. മനുഷ്യനായിട്ട് ഒരുത്തൻ ജനിച്ചോ അവൻ്റെ അവസാനം വരെ അവന് കിട്ടുന്ന അവകാശങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും കളക്റ്റീവായിട്ട് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഹ്യൂമൻ റൈറ്റ്. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ഡെഫിനിഷൻ അവൈലബിൾ. വേറെ ഒത്തിരി ഡെഫിനിഷൻ ഉണ്ട്, പക്ഷേ ഇത് ഭയങ്കര സിമ്പിളാണ്, നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഹ്യൂമൻ റൈറ്റ്സ് ആർ ബേസിക് റൈറ്റ്സ്, അടിസ്ഥാന റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ്. ഓക്കെ, റൈറ്റ്സ് ഉണ്ട്, എന്തുണ്ട്? ഫ്രീഡം ഉണ്ട്. ഫ്രീഡം എന്തുണ്ട്? എല്ലായിടത്തും പോകാനുള്ള ഫ്രീഡം. നമ്മൾ പറഞ്ഞല്ലോ ഫാങ്സ എന്ന് പറഞ്ഞാൽ ലേക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? എവിടെ പത്രത്തിലൊക്കെ വായിച്ചു. ഇന്ത്യയും ചൈനയും തമ്മിൽ ഭയങ്കര വഴക്കാണ്. അപ്പോൾ അത് ഇന്ന് ഏകദേശം തീർന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ യുദ്ധത്തിലേക്ക് പോകുമായിരുന്നല്ലോ. അപ്പോൾ ആ ലേക്കിൽ പോയാണ് 3 Idiots എന്ന് പറഞ്ഞ പടം ചിത്രീകരിച്ചേക്കുന്നത്. അവിടെ പോകണമെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നില്ലേ? നമ്മളെല്ലാം ചിലപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടോ, നിങ്ങൾക്ക് കാണുമായിരിക്കും. മാനസരോവരൊക്കെ പോകണമെന്ന് നമുക്കൊക്കെ ആഗ്രഹമില്ലേ? അവൻ്റെ ചിത്രമൊക്കെ കാണുമ്പോൾ അവിടെ ഒരിക്കലെങ്കിലും പോകണം നമുക്ക് തോന്നും. അവിടെയൊക്കെ പോയാൽ എന്താ കുഴപ്പം? രാജ്യങ്ങളും ഇങ്ങനെ വഴക്കുണ്ടാക്കിയത് നമ്മുടെ വ്യക്തിയുടെ അവകാശം ഹനിക്കാൻ പാടുണ്ടോ? നമുക്ക് അവിടെ ഒരിക്കലും പോകണ്ടേ? അത് നമുക്കവിടെ പോകാനുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് എൻഫോഴ്സ് ചെയ്യാൻ ഗവൺമെൻറ്റുകൾ തയ്യാറാണ്. അപ്പോൾ അതൊരു ഫ്രീഡമാണ്. മൂവ് ചെയ്യാനുള്ള ഫ്രീഡമാണ്, ഇഷ്ടപ്പെട്ട ഭാഷ സംസാരിക്കാനുള്ള ഫ്രീഡം, ഇഷ്ടപ്പെട്ട റിലീജിയൻ സ്വീകരിക്കാനുള്ള ഫ്രീഡം, ഇതെല്ലാം ഫ്രീഡമാണ്. ഫ്രീഡമുണ്ട്,
റൈറ്റ് ഉണ്ട്. കോടതിയിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ നമ്മുടെ വാക്കുകൾ സംസാരിക്കാനുള്ള ഒരു റൈറ്റ് നമുക്കുണ്ട്. ഓക്കെ, ദാറ്റ് ബിലോങ്സ് ടു എവറി പേഴ്സൺ ഇൻ ദ വേൾഡ്. സോ ദർ ഈസ് റൈറ്റ് ആൻഡ് ദർ ഈസ് വാട്ട് ഫ്രീഡം ആസ് വെൽ. ദാറ്റ് ബിലോങ്സ് ടു എവറി ഇൻഡിവിജ്വൽ. ഓക്കെ, ഫ്രം ബർത്ത് until death or birth to death they are protected through law, regulations and instructions. അപ്പം അവ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു? ചില ഹ്യൂമൻ റൈറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിയമത്തിൽ തന്നെ പറയും, ചിലത് റെഗുലേഷൻസ് നിയന്ത്രണങ്ങളിൽ പറയും, ചിലത് നിർദ്ദേശങ്ങളിൽ പറയും. അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ നിയമങ്ങളിലൂടെയും നിയന്ത്രണങ്ങളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും ഹ്യൂമൻ റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇൻഡിവിജ്വലിൻ്റെ റൈറ്റിനെയും ഇൻഡിവിജ്വൽ ഫ്രീഡത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. സോ ഹ്യൂമൻ റൈറ്റ് അപ്ലൈ റിഗാർഡ്ലെസ് ഓഫ് വേർ യു ആർ ഫ്രം, വാട്ട് യു ബിലീവ് ഓർ ഹൗ യു ചൂസ് ടു ലീവ് യുവർ ലൈഫ്. ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെവിടെ ജനിച്ചോ, അല്ലെങ്കിൽ നമ്മൾ എവിടുന്ന് വരുന്നോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിശ്വസിക്കുന്നോ, അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നോ, അതൊക്കെ പരിഗണിക്കാതെ തന്നെ നമുക്ക് എന്തുണ്ട്, ഹ്യൂമൻ റൈറ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നമുക്ക് ഉപദ്രവിക്കാനുള്ള റൈറ്റ് ഉണ്ടെന്നല്ല അർത്ഥം, അറിയാലോ. അങ്ങനെയുള്ള റൈറ്റൊന്നും നമുക്കില്ല. പക്ഷേ അതിൻ്റെ നിയമം പറയുന്ന പരിമിതികൾക്കുള്ളിൽ നിന്നുണ്ട്. നമ്മൾ എഴുത്തുകാരനാണെങ്കിലും നമുക്ക് അടിസ്ഥാനപരമായ ഹ്യൂമൻ റൈറ്റ് നമുക്കുണ്ട്. ഓക്കെ, ദെൻ ദേ ആർ റൈറ്റ് ഇൻഹെറൻറ്റ് ടു ഓൾ ഹ്യൂമൻ ബീയിങ്സ് regardless of what gender, whether you are a women or men or you are a transgender. അപ്പം നമുക്കറിയാലോ ട്രാൻസ്ജെൻഡറിൻ്റെ തേർഡ് സെക്സ് എന്ന് പറയുന്നത് എത്രമാത്രം പ്രാധാന്യത്തോടെ സമൂഹം കാണുന്നത്. നമ്മുടെ പരീക്ഷാവുകളിൽ പോലും ട്രാൻസ്ജെൻഡറിന് ഒരു റൈറ്റ് ഉണ്ട്. നമ്മുടെ കോളേജിൽ ട്രാൻസ്ജെൻഡറിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഫെസിലിറ്റി വേണമെന്ന് പറയുക. അപ്പോൾ തേർഡ് സെക്സ് തീരെ ചെറുതാണ്, പക്ഷേ അവരുടെ റൈറ്റ് പോലും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അത്രമാത്രം ഹ്യൂമൻ റൈറ്റിനെ കുറിച്ചുള്ള കോൺഷ്യസ്നെസ് ഭയങ്കര മുമ്പോട്ട് പോയി. ഓക്കെ, റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ, നാഷണാലിറ്റി, പ്ലേസ് ഓഫ് റെസിഡൻസി, സെക്സ്, എത്തിനിസിറ്റി, റിലീജിയൻ, കളർ ആൻഡ് അതർ സ്റ്റാറ്റസ്. നമുക്കറിയാലോ അമേരിക്കയിൽ കറുത്തവർക്കാരനെ വെടിവെച്ച് വന്നു. അപ്പം വെടിവെച്ചല്ലോ കാൽമുട്ടിൻ്റെ ഇടയ്ക്ക് ഇട്ട് അല്ല മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ പേരിൽ അമേരിക്കയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര കലഹം അല്ലെങ്കിൽ ബഹളം, സമരങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അത് ഹ്യൂമൻ റൈറ്റിൻ്റെ ആംഗിളാണ് നമ്മളതിനെ കാണേണ്ടത്, ശരിയല്ലേ? ഒരു കളർ വ്യത്യസ്തമാണെന്നും കൊണ്ട്, അല്ലെങ്കിൽ ഒരു എത്തിനിസിറ്റി അയാൾക്ക് വ്യത്യാസമാണ്, കറുത്ത വർഗ്ഗക്കാരൻ അതിൻ്റെ പേരിൽ അയാൾ അനുഭവിക്കുന്ന ഡിസ്ക്രിമിനേഷൻ അത് അംഗീകരിച്ചു കൊടുക്കാൻ ആരും തയ്യാറില്ല. വൈറ്റ് പീപ്പിളാണ് അതിനെതിരെ ഏറ്റവും കൂടുതൽ സമരമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ആംഗിളിലാണ് നമ്മൾ എന്തിനെ കണ്ടത്, ഹ്യൂമൻ റൈറ്റിനെ കണ്ടത്. യൂണിവേഴ്സലി എക്സ്റ്റാബ്ലിഷ്ഡ്. അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരനെതിരെ നേരിട്ട ബുദ്ധിമുട്ടുകൾക്കെതിരെ ഇന്ത്യ പോലും പ്രതികരണങ്ങളുണ്ടായി. ഇന്ത്യയിൽ സമാന കേസ് വന്നപ്പോഴത്തേക്ക് അമേരിക്കൻ കേസുമായിട്ട് കമ്പയർ ചെയ്യപ്പെട്ടു. അത്രമാത്രം യൂണിവേഴ്സലൈസ് ആയിപ്പോയി നമ്മളീ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ്. ഓക്കെ, സോ അതൊരു രാജ്യത്തിനകത്തുള്ളതല്ല, ഇൻ്റർനാഷണലി അവൈലബിൾ. ദസ് ഹ്യൂമൻ റൈറ്റ്സ് ആർ നോൺ ഡിസ്ക്രിമിനേറ്ററി, മീനിങ് ദാറ്റ് ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ എൻടൈറ്റിൽഡ് ഓക്കെ ടു ദം ആൻഡ് കനോട്ട് ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദം. അതുകൊണ്ട് അവരെ ഒരിക്കലും ഹ്യൂമൻ റൈറ്റിൽ ഒരു വ്യക്തിയെ പോലും നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു ഇച്ചിരി ഭാഗം കൂടെ കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്റ്റീവ് പാർട്ട് 2 പാരഗ്രാഫ് കൂടെ അതും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഹ്യൂമൻ റൈറ്റ്സ് ആർ റൈറ്റ്സ് ഇൻഹെറൻറ്റ് ടു ഓൾ ഹ്യൂമൻ ബീങ്സ് റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ, നാഷണാലിറ്റി, place of residency, sex, ethnicity, religion, color and other status. And this is the definition as well as the promise made by the UN Human Rights Declaration. അപ്പോൾ ഹ്യൂമൻ റൈറ്റ് എന്താണെന്ന് ഇവർ പറയാം. ഹ്യൂമൻ റൈറ്റിൻ്റെ അകത്ത് എന്ത് റൈറ്റാണ് എന്ത് ഫ്രീഡം ആണെന്നല്ല പറയുന്നത്, പക്ഷേ ആർക്കൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. യൂണിവേഴ്സലാണെന്നാണ് ഈ സെൻറ്റൻസ് കണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അല്ലേ? എന്താണ് ഹ്യൂമൻ റൈറ്റ്? യൂണിവേഴ്സലാണ്. നിങ്ങൾ ഏത് റിലീജിയനിൽ പെടുന്ന ആളാണോ, നമ്മളേത് കളറിൽ പെടുന്ന ആളാണോ, നമ്മൾ ഏത് എത്തിനിസിറ്റിയോ സെക്സോ എവിടെ ജനിച്ചവരാണോ, ഏത് നാഷണാലിറ്റി ഉള്ളവരാണോ, അല്ലെങ്കിൽ ഏത് ജെൻഡറാണോ, എന്തൊക്കെയാണെങ്കിൽ പോലും നമുക്ക് ഒരു കോമൺ റൈറ്റ് ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സൽ റൈറ്റാണ് ഇവിടെ യു എൻ പറയുന്നത്. യു എൻ എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ആണല്ലോ. ഓക്കെ, സോ വി ആർ ഓൾ ഈക്വലി എൻറ്റൈറ്റിൽഡ് ടു അവർ ഹ്യൂമൻ റൈറ്റ്സ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. നോ ഡിസ്ക്രിമിനേഷൻ പാടില്ല. ദീസ് റൈറ്റ്സ് ആർ ഓൾ ഇൻ്റർ റിലേറ്റഡ്, ഇൻ്റർഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിവിസിബിൾ. ഈ വാക്ക് ഈ സെൻറ്റൻസ് ആയി നമ്മളെ സംബന്ധിച്ചോളം ഒരു പിക്ചർ സെർച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവം. ഈ റൈറ്റ് ഇൻ്റർ റിലേറ്റഡാണ്, ശരിയല്ലേ? നമുക്ക് ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കാനുള്ള അധികാരം, അവകാശം, അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ജീവിക്കാനുള്ള, ഇഷ്ടമുള്ള സ്ഥലത്ത് ജീവിക്കാൻ നമ്മൾ ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കുമല്ലോ. ഇനി ഇൻ്റർ ഡിപ്പെൻഡൻറ്റ്, ഇപ്പോൾ ഒരു റൈറ്റും വേറെ റൈറ്റും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്, ഭയങ്കര കണക്ഷൻ. ആൻഡ് ഇൻഡിവിജ്വൽ, നമുക്ക് ഒരു റൈറ്റ് നിനക്ക് 10% തരുള്ളൂ, അല്ലെങ്കിൽ ബാക്കി നിനക്ക് തരൂല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ ദീസ് റൈറ്റ്സ് ആർ വാട്ട് വി ക്യാൻ സേ ഇൻ്റർ ഡിപ്പെൻഡൻറ്റ്, ഇൻ്റർ റിലേറ്റഡ് ആൻഡ് ഇൻഡിവിജ്വൽ. യു കനോട്ട് provide only 50% right or 20% right. You have to give 100% right for a particular freedom. Okay, so human right can never be taken away. ഒരിക്കലും മനുഷ്യൻ്റെ അടുത്ത് നിന്ന് ഹ്യൂമൻ റൈറ്റ് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. although sometimes they can be restricted. ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് റെസ്ട്രിക്റ്റ്, ഉദാഹരണത്തിന് കാശ്മീർ, ജമ്മു ആൻഡ് കാശ്മീരിൽ നമ്മൾ പോയി നമുക്ക് സ്ഥലം മേടിക്കാൻ പറ്റില്ല.
ഭരണഘടന പറയുന്നുണ്ട് അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയുള്ള. അപ്പോൾ അങ്ങനെ അതുപോലെ നമ്മൾ ആൻഡമാൻ ആൻഡ് നിക്കോബാറിൻ്റെ കാര്യം പറഞ്ഞു, അവിടുത്തെ ട്രൈബ്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ട്രൈബ്സിന് നമ്മളെ ഇഷ്ടമില്ല, നമ്മളെ സംശയമാണ് അവർക്ക്. അപ്പോൾ ഇതൊക്കെ ചില റെസ്ട്രിക്ഷൻസ് അവിടെ ഉണ്ട്. മതങ്ങൾക്കെതിരെ സംസാരിക്കാൻ പാടില്ല, ശരിയല്ലേ? അതുപോലെ തന്നെ നമ്മൾ മറ്റു ആൾക്കാർ ഉപദ്രവിക്കരുത്, ശരിയല്ലേ? ഇങ്ങനെയുള്ള റൈറ്റുകളെല്ലാം റെസ്ട്രിക്റ്റഡ് റൈറ്റ്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ പേഴ്സൺ ബ്രേക്സ് ദ ലോ ഹിസ് റൈറ്റ്സ് ടു ബി റെസ്ട്രിക്റ്റഡ്. നിയമത്തെ ബ്രേക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ റൈറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടിരിക്കും. അതുകൊണ്ട് ചില പ്രൊവിഷൻസ് അവിടെ ഹ്യൂമൻ റൈറ്റിനെ നമ്മളെന്താ പറയുക, മിസ്യൂട്ടിലൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പാർട്ണറിനെയും അതുപോലെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ തന്നെ അവിടെ വെക്കുന്നുണ്ട്. അതാണ് നമ്മളവിടെ കണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദിസ് ഇൻട്രൊഡക്ടറി പാർട്ട്. What is more important is that you have to understand human right is a universal right. It's comprised of rights as well as freedom, and they are what we can say well defined under UN human rights declarations, and most governments and other institutions, every countries are following such rights and freedom. Okay, ഞാൻ ഒരു ഇപ്പോൾ നിർത്തിയിട്ട് അറ്റൻഡൻസ് എടുത്തോട്ടെ.